10 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടുകൂടി നടത്തിയ ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം തിങ്കളാഴ്ച നടത്തിയ ഗുരുതി തർപ്പണത്തോടുകൂടി സമാപിച്ചു. ഏപ്രിൽ 9 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് വിവിധ പരിപാടികളോടുകൂടി വേല മഹോത്സവം ആഘോഷിച്ചത്. ഏപ്രിൽ 9 വ്യാഴാഴ്ച രാവിലെ 8:45 പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ കൊടിയേറ്റം നിർവഹിച്ചാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ പ്രസാദ ഊട്ടും, വൈകിട്ട് നിറമാല എന്നിവയും ഉണ്ടായിരുന്നു. ഇതേ ദിവസങ്ങളിൽ വൈകിട്ട് 7 മണിക്ക് നാട്ടിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്തങ്ങൾ, തിരുവാതിരക്കളി, വീരനാട്യം എന്നിവയോടുകൂടി സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടായി. 15-ന് വിഷു ദിവസം വിഷു സദ്യയും 16-ന് രാത്രി 7 മണിക്ക് മുകേഷ് സേവാ സമിതി ചമ്മന്നൂർ ഒരുക്കിയ ഗാനമേളയും ഉണ്ടായി. 19-ന് ഞായറാഴ്ച വേല ദിവസം രാവിലെ 4:45-ന് വിവിധ ദേശക്കാരുടെ താലമെഴുന്നള്ളിപ്പ്, തുടർന്ന് വിശേഷാൽ പൂജകൾ, നടക്കൽ പറവെപ്പ്, 12 മണിക്ക് കുതിര എഴുന്നള്ളിപ്പ്, 3:30-ന് തിടമ്പെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായി. 19-ന് ഞായറാഴ്ച വേല ദിവസം രാവിലെ 4:45-ന് വിവിധ ദേശക്കാരുടെ താലമെഴുന്നള്ളിപ്പ്, തുടർന്ന് വിശേഷാൽ പൂജകൾ, നടക്കൽ പറവെപ്പ്, 12 മണിക്ക് കുതിരെഴുന്നള്ളിപ്പ്, 3:30-ന് തിടമ്പെഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായി. വൈകിട്ട് 20ഓളം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരവും, തെയ്യം, കരിങ്കാളി, കാവടി, ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തി. കൂട്ടി എഴുന്നള്ളിപ്പിന് ശേഷം കുതിര എഴുന്നള്ളിപ്പും ഉണ്ടായി. തുടർന്ന് തിറകയറ്റം, വേലകയറ്റം, തായമ്പക എന്നിവ അരങ്ങേറി. കുളങ്ങര മഹാദേവൻ ദേവിയുടെ തിടമ്പേറ്റി വ്ലാങ്ങാട് ഉണ്ണികൃഷ്ണൻ മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് 20ഓളം ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, കരിങ്കാളി, കാവടി, ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തി. കൂട്ടി എഴുന്നള്ളിപ്പിന് ശേഷം കുതിര എഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് തിറകയറ്റം, വേലകയറ്റം, തായമ്പക എന്നിവയുടെ വേലകയറ്റവുമുണ്ടായി. പുലർച്ചെ 4 മണിക്ക് തിടമ്പെഴുന്നള്ളിപ്പിന് ശേഷം ഗുരുതി തർപ്പണത്തോടുകൂടി നട അടച്ചു. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി നാരായണൻകുട്ടി കരുമത്ര, ക്ഷേത്രം കോമരം റെനീഷ് മാഞ്ചിറക്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പറക്കാട്ട്, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, ട്രഷറർ പുഷ്പാകരൻ പറക്കാട്ട്, എക്സിക്യൂട്ടീവ് അംഗം ശിവദാസൻ പരുത്തിവളപ്പിൽ തുടങ്ങി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി.